ഈ യുദ്ധം ഇന്ന് 25ാം ദിവസം എത്തുമ്പോൾ അത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ യുദ്ധം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് LPG ക്ഷാമം വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് എത്രമാത്രം വെല്ലുവിളിയാണ് ഈ സാഹചര്യം ഉയർത്തുന്നത്? ഇന്ത്യ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു, ഇടപെടുന്നു? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിലൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയത്. ഇന്ന് അദ്ദേഹം രാജ്യസഭയിലും ഈ പ്രസ്താവന നടത്തി. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷമാണ് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുമ്പോഴും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ആ നിർദ്ദേശമാണ് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളോട് വെക്കാനുള്ളത്. മാത്രവുമല്ല, ഈ യുദ്ധം അവസാനിച്ചാലും ഇപ്പോൾ ഇത് ഉയർത്തിയിട്ടുള്ള പ്രതിസന്ധി നീണ്ടു നിൽക്കുന്നതാകുമെന്നും അത് വലിയ ഒരു അപ്രതീക്ഷിത പ്രതിസന്ധി തന്നെ ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അപ്പോൾ രാജ്യസഭയിൽ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും സന്ദേശം ഒറ്റക്കെട്ടായി ഈ പാർലമെന്റിൽ നിന്ന് പുറത്തു പോകണം എന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ എങ്ങനെയാണോ കോവിഡ് സാഹചര്യത്തെ നേരിട്ടതുപോലെ ഈ സാഹചര്യത്തെയും നേരിടണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്, ആ സന്ദേശം തന്നെയാണ് ഇന്നും അദ്ദേഹം സഭയ്ക്ക് മുന്നിൽ വെച്ചത്. 3 ആഴ്ചയായി തുടരുന്ന യുദ്ധം ലോകത്താകെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുവെന്നും ഇന്ത്യയിലും ഇത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എത്രയും വേഗം ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. ആ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യയും പ്രോത്സാഹിപ്പിക്കുന്നു. പാർലമെന്റിൽ നിന്ന് സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും സന്ദേശം ഒറ്റക്കെട്ടായി പോകണം എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. वर्तमान संकट ने पूरी दुनिया की इकोनॉमी को हिला दिया है. अभी तक पश्चिम एशिया में जो नुकसान हुआ है उससे रिकवर होने में भी दुनिया को बहुत समय लगेगा. भारत पर इसका कम से कम दुष्प्रभाव हो, इसके लिए निरंतर प्रयास किए जा रहे हैं. हमारी इकोनॉमी के फंडामेंटल्स मजबूत हैं और सरकार पल पल बदलते हालात पर नजर रखे हुए है. सरकार इसके शॉर्ट टर्म, मीडियम टर्म और लॉन्ग टर्म ऐसे हर प्रभाव के लिए एक रणनीति के साथ काम कर रही है. അപ്പോ നമുക്കറിയാവുന്ന വലിയ ആശങ്ക പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ചാണ്. അതൊരാശങ്കയാണ്. ആ ആശങ്ക ഉയരുകയാണ് എന്നത് പ്രധാനമന്ത്രി കൂടി സമ്മതിക്കുകയാണ്. ക്രൂഡ് ഓയിൽ, ഗ്യാസ് എന്നിവയുടെ നീക്കത്തിന് ഹോർമുസ് കടലിടുക്ക് പ്രധാനമാണ്. നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി സഭയെ അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളുമായും ഇസ്രയേലുമായും ഇറാനുമായും അമേരിക്കയുമായും ഇന്ത്യ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ എതിർക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിലും LPGയും എത്തി. ലോക സാഹചര്യം ഇങ്ങനെ തുടർന്നാൽ ഗൗരവമേറിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നത് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് പോലും ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. ഇത്തരം പ്രതിസന്ധികൾ നേരിടാൻ നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് 41 രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നത്. പെട്രോൾ, ഡീസൽ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. മതിയായ ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ട്. LPG ഉൽപാദനം കൂട്ടാനും രാജ്യത്തിന് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ കപ്പലുകൾ നിർമ്മിക്കാൻ 70,000 കോടിയുടെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുന്നു. ഇതൊരു വലിയ ആശങ്കയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെ നേരിടാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വിശദീകരിക്കുക കൂടിയായിരുന്നു പ്രധാനമന്ത്രി. हॉर्मुज़ स्ट्रेट विश्व व्यापार के सबसे बड़े रूट्स में से एक है. विशेष तौर पर कच्चे तेल, गैस और फर्टिलाइजर से जुड़ा परिवहन इस क्षेत्र से बहुत बड़ी मात्रा में होता है. युद्ध के बाद से ही हॉर्मुज़ स्ट्रेट में जहाजों का आना जाना बहुत चुनौतीपूर्ण हो गया है. लेकिन विपरीत परिस्थितियों के बावजूद हमारी सरकार ने संवाद से
कूटनीति के माध्यम से रास्ते बनाने का प्रयास किया है। प्रयास ये है कि जहां से भी संभव हो वहां से तेल और गैस की सप्लाई भारत पहुंचे। ऐसी हर कोशिश के नतीजे भी देश देख रहा है। बीते कुछ दिनों में दुनिया के अनेक देशों से कच्चा तेल और एलपीजी से भरे जहाज भारत आए हैं। इस दिशा में हमारे प्रयास आने वाले दिनों में भी जारी रहेंगे। सभापति जी, भारत का प्रयास है कि तेल हो, गैस हो, फर्टिलाइजर हो, ऐसे हर जरूरी सामान से जुड़े जहाज भारत तक सुरक्षित पहुंचे। അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരാശങ്ക, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. നമ്മുടെ പ്രവാസികൾ പല ഗൾഫ് മേഖലയിലായി വ്യാപിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇറാനിലും ഇന്ത്യക്കാരായ മനുഷ്യരുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ആശങ്കയും രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 1 കോടി ഇന്ത്യക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനിൽ നിന്ന് 700 മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം 1000 പേരെ തിരികെ എത്തിക്കാനായി എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി മറികടക്കാൻ ലോകത്തിനേറെ സമയം വേണ്ടിവരും എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം. ഇന്ത്യയിൽ ഇത് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ വഴിയും തേടുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലം പോലെ 7 ഉന്നതാധികാര സമിതികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തെ മറികടക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് ഈ പ്രതിസന്ധി വലിയ പരീക്ഷണ ഘട്ടമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. സംസ്ഥാന സർക്കാരുകൾ പാവപ്പെട്ടവർക്കും അതിഥി തൊഴിലാളികൾക്കും എല്ലാ സഹായവും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി ഫലപ്രദമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കണം. ഇന്ത്യയുടെ വളർച്ച ഉറപ്പാക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇത് ടീം ഇന്ത്യക്കും വലിയ ഒരു പരീക്ഷണ ഘട്ടമാണ് എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. मैं देश के किसानों को फिर आश्वस्त करूंगा कि सरकार हर चुनौती के समाधान के लिए उनके साथ खड़ी है। ഈ പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് പറഞ്ഞതിന് ശേഷം ഏത് സാഹചര്യത്തിലും സർക്കാർ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തെക്കുറിച്ചോ അതേസമയം ഖമനേയുടെ വധത്തെക്കുറിച്ചോ പരാമർശിക്കാത്ത പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. അത് നിലപാടില്ലായ്മയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനമൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ദുരന്തമായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമൊക്കെ പ്രതിപക്ഷം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും യുദ്ധം അവസാനിച്ചാലും ദുഷ്കരമായ ആഗോള സാഹചര്യങ്ങൾ നീണ്ടു നിൽക്കും എന്ന സൂചനകളാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത്. അത് ഒന്നിച്ച് നിന്ന് മറികടക്കണം എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. അപ്പോൾ ഈ യുദ്ധം വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ശരിക്കും പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.